എവിടെയോ കിടന്ന അഖിൽമാരാര് റേപ്പ് കേസിലും കഞ്ചാവ് കേസിലും പിടിക്കപ്പെട്ടതിന് ശേഷം റേറ്റ് കൂട്ടിയതല്ല. അല്ല ഞാൻ അവിടെ കേസുകൾ എന്നുള്ള രീതിയിലേക്കുള്ള യോജിപ്പോ അല്ലെങ്കിൽ എമൗണ്ടിന്റെ കേസാണ് പറഞ്ഞത്. അതായത് അത് ഞാൻ എന്താ ചെയ്തത്, ഈ എവിടെയോ കിടന്ന് പരിഹസിക്കപ്പെട്ട അഖിൽമാരാറ് സിനിമയ്ക്ക് പിന്നാലെ അലഞ്ഞു, ഒരു തിരക്കഥ എഴുതി, അത് ആ സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി കഥ പറഞ്ഞു, അയാളെ കൺവിൻസ് ചെയ്തു, അത് നിൽക്കാൻ വേണ്ടി ഒരു നിർമ്മാതാവിനെ കൺവിൻസ് ചെയ്തു, പലരിടത്തും കൺവിൻസ് ചെയ്ത് അത് കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്ത് തിയേറ്ററിൽ കൃത്യമായിട്ട് ഇറക്കി സംവിധായകനും തിരക്കഥാകൃത്തുമായി മാറി. സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും നിരവധി തവണ ചാനൽ ചർച്ചകളിൽ വന്നു. അതിലൂടെ വിവാദമോ അല്ലാതെയോ ഈ ബിഗ് ബോസിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നു, അവിടുത്തെ ഇന്റർവ്യൂവിൽ മനോഹരമായി അറ്റൻഡ് ചെയ്യുന്നു, അതിലൂടെ ബിഗ് ബോസിൽ കയറുന്നു. 7% വോട്ട് 82% വോട്ടാക്കി മാറ്റി. എതിർത്ത ആൾക്കാരെയൊക്കെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ച് തിരിച്ചിറങ്ങി വന്നതിന് ശേഷമാണ് ഞാൻ ശമ്പളവും പൈസയും കൂട്ടി മേടിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനത്തിന് ഞാൻ പണം വാങ്ങാൻ തുടങ്ങിയത്. വേടനെ സംബന്ധിച്ച് വേടൻ പുതിയതായിട്ട് ഒരു പാട്ടും ചെയ്ത് ഹിറ്റാക്കിയിട്ടല്ല കാശ് കൂട്ടിയത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഹിറ്റായതൊക്കെ തന്നെ ഈ കേസിന് മുന്നേ ആയിരുന്നു. അദ്ദേഹത്തെ ജനം സ്വീകരിച്ചതൊക്കെ തന്നെ ഈ കേസിന് മുന്നേ തന്നെ ഓൾറെഡി വലിയൊരു ഓഡിയൻസ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സ്വീകാര്യനായിട്ടുള്ള കേരളത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന റാപ്പറായിരുന്നു. ഇപ്പം മഞ്ഞുവെല്ലിയൊക്കെ പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നല്ലോ, കുതന്ത്രതന്ത്രം ആ പാട്ടൊക്കെ. അതുപോലെ പലതും ഞാൻ പലതും കേട്ടിട്ടില്ല, പക്ഷേ പലതും കുട്ടികൾക്കിടയിൽ ഭയങ്കര ചർച്ചയായിട്ടുള്ള പാട്ടുകളാണ്. ആ വേടൻ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം റേറ്റ് കൂട്ടുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? രോഹൻ പറ. ആ ആൾക്കൂട്ടം പാട്ടിലൂടെ ഉണ്ടായ ആൾക്കൂട്ടമാണോ, കേസിലൂടെ ഉണ്ടായ ആൾക്കൂട്ടമാണോ, കലയിലൂടെ ഉണ്ടായ ആൾക്കൂട്ടമാണോ, രാഷ്ട്രീയത്തിലൂടെ ഉണ്ടായ ആൾക്കൂട്ടമാണോ? ഈ കലയുടെ ഉണ്ടായ ആൾക്കൂട്ടത്തിനൊപ്പം തന്നെ വിവാദം കൂടിയതിന് കാരണമായിരുന്നു. കേസായിരുന്നു. അപ്പൊ അത് ഞാൻ പറയുന്നത് ആ ഒരു കേസ് കൊണ്ട് ഇവിടെ ക്യാഷ് കൺവേർട്ട് ആവാൻ കാരണം പുറത്ത് അയാൾക്ക് വേണ്ടി അനുകൂലിച്ച് സംസാരിച്ച മറ്റൊരു വിഭാഗം, വേടൻ അറിയാതെ വേടനെ അനുകൂലിച്ച ഒരു വിഭാഗം, അവർക്ക് അജണ്ടകൾ ഉണ്ടാവാം. അതില്ലെന്ന് എനിക്ക് രോഹൻ എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ വരുന്ന അവർ വേടനെ മുൻനിർത്തി ഹിന്ദുക്കൾക്കിടയിൽ ഭയങ്കരമായ ഇവിടെ വരുന്ന സംഘാടകരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അജണ്ടകളോ ഉണ്ടെങ്കിൽ ഒരാൾ വിളിച്ച് ഇവിടെ വരുന്ന ജനോപലക്ഷങ്ങൾ ഇത്രയും ആളുകൾ കൂടിച്ചേരുന്നത്, അല്ലെ പല സ്ഥലത്ത് ഏതെങ്കിലും കൃത്യമായ ഒരു സ്ഥലത്തല്ല ഇത്ര ആളുകൾ കൂടുന്നത്, അല്ലെ ഇത്രയും സ്ഥലങ്ങൾ വരുന്നത് വേടന്റെ രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ലെങ്കിൽ വേടന്റെ ഇത്ര അജണ്ടകൾ നോക്കിയിട്ടോ ഒന്നും, പാട്ട് തന്നെയാണ്. ഇത് ആസ്വദിക്കുക എന്നുള്ളതാണ്. ആ ഒരു റാപ്പ് സിംഗർ ആയിട്ട് കാണുക എന്നുള്ളത് മാത്രമാണ്. ആ സിംഗറായിട്ട് ഒരു ആസ്വാദകനായിട്ട് ഒരു കലാകാരൻ ജനങ്ങളുടെ ഇടയിൽ വളരുന്നുണ്ടെങ്കിൽ അത് അവനവന്റെ കഴിവ് തന്നെയാണ്, അല്ലെ? അതിനെയാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലൊരു കഴിവിൽ ഇത്രത്തോളം സ്വീകാര്യത കുറച്ചു കാലം കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതില് അവനവന്റെ റിമുനറേഷൻ എത്രയാണെന്നുള്ളത് കൂട്ടുന്നതും അതിൽ മാത്രമാണ് എന്റെ പോയിന്റ്. അല്ലാതെ ഒരു ആളുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടായിട്ടും ഇത്ര സ്വീകാര്യം അതിനെ പറ്റിയല്ല സംസാരം. യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞത് അതായത് ഇപ്പോ ജോജു ജോർജിന്റെ കേസ് തന്നെ എടുത്താൽ വളരെ ചെറിയ പൈസയ്ക്ക് 1000 രൂപയ്ക്ക് 2000 രൂപയ്ക്ക് അഭിനയിച്ചു തുടങ്ങി. പതിയെ ലീഡ് കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങി. ജോസഫ് എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിച്ച് നടനായി അഭിനയിച്ച് ജനങ്ങൾക്കിടയിൽ ഒരുപാട് ശ്രദ്ധ നേടി. അതിനുശേഷം അയാൾ പറയുകയാണ് തനിക്ക് 1 കോടി രൂപ വേണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാം. അതേസമയം ഇതേ ജോജു ജോർജിന് ഒരു സുപ്രഭാതത്തിൽ ഒരു വിവാദം വരുന്നു, അല്ലെങ്കിൽ ഇനി ഇപ്പം പാട്ടിന്റെ കാര്യം തന്നെ പറഞ്ഞാൽ ഇപ്പം ഡബ്സി ഒരു സമയത്ത് കേരളത്തിൽ വലിയ തരംഗം സൃഷ്ടിച്ച ഒരു പാട്ടുകാരനായിരുന്നു ഡബ്സി. ഞാനും ഡബ്സിയും ഖത്തറിൽ ഞങ്ങൾ ഒരുമിച്ചൊരു വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നും ഖത്തറിൽ പോലും ഭയങ്കര ആൾക്കൂട്ടത്തെ എൻഗേജ് ചെയ്തിട്ടുള്ള ഒരു പാട്ടുകാരനാണ് ഡബ്സി. ഡബ്സിയെ ഒരു പർട്ടിക്കുലർ കേസിൽ പിടിക്കപ്പെടുന്നു എന്ന് വെച്ചോളൂ. പുറത്ത് കേസ് പിടിക്കപ്പെട്ട് ഡബ്സിയെ കൊണ്ട് പോലീസ് പല സ്ഥലത്തും പോകുമ്പോഴത്തേക്ക് ഒരു സ്വരം പുറത്ത് ഉയരുകയാണ്, മുസ്ലിം ആയതുകൊണ്ട് ഡബ്സിയെ ഉപദ്രവിക്കുകയാണല്ലോ, മുസ്ലിം ആയതിൻ്റെ പേരിൽ ഡബ്സിയെ വേദനിപ്പിക്കുകയാണല്ലോ, മുസ്ലിങ്ങളുടെക്കെതിരെ നടത്തുന്ന ഒരു നരവേട്ടയല്ലേ ഇത് എന്നുള്ള രീതിയിൽ കേരളത്തിൽ ഒരു ശബ്ദം ഉയരുകയും ഇതൊരു വിഭാഗം ഏറ്റുപിടിക്കുകയും എതിർക്കാൻ വരുന്നവൻ അത് അപ്പം ഒരു ഹിന്ദു ഒരുത്തൻ ചോദിക്കുകയാണ്, എൻ്റെ പൊന്നു ഏട്ടാ അവനെ കേസിൽ പിടിക്കപ്പെട്ടതിൻ്റെ പേര് നിങ്ങൾ എന്ത് മുസ്ലിം എന്ന് പറഞ്ഞാൽ എടാ വർഗീയവാദി തെണ്ടി നീ സംഘി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇതിനെ അനുകൂലിച്ചില്ല എന്നുള്ള പേര് വേറൊരുത്തൻ എതിർക്കാനിവിടെ തുടങ്ങുകയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഡബ്സി നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഡബ്സി എന്ന് പറഞ്ഞാൽ ഡബ്സി ക്ഷമിക്കണം, ഞാനൊരു ഉദാഹരണം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ അയാൾ നോക്കുമ്പോൾ ഇത് കൊള്ളാലി പരിപാടി, എന്നാൽ ഇനിയൊന്നും ആലോചിക്കാല്ലേ, ഞാൻ ആ മുസ്ലിങ്ങളെ രക്ഷകൻ എന്ന് പറഞ്ഞ് അയാൾ പുറത്തിറങ്ങി രാഷ്ട്രീയം പറയാൻ തുടങ്ങിയാൽ അത് എതിർക്കപ്പെടേണ്ടതാണ്. ഞാൻ വേടം പാടുക, വേടം കാശ് മേടിക്കുക, അത് 5 ലക്ഷമോ 50 ലക്ഷമോ 1 കോടിയോ മേടിക്കുക. ഇപ്പം നമ്മുടെ ഹനുമാൻ കൈൻഡ് ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന റാപ്പറാണ് കേരളത്തിൽ നിന്നുള്ള, ആ രീതിയിൽ അദ്ദേഹം പോട്ടെ. പക്ഷേ ഒരു കേസ് വന്നതും ആ കേസിന് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് പുറത്തിറങ്ങിയത്. വളരെ മര്യാദയ്ക്കുള്ള സംസാരമായിരുന്നു അതൊക്കെ തന്നെ. പിന്നെ വന്നിരുന്നിട്ട് ഇപ്പം രാമനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, രാമനെ അറിയില്ലെന്ന് പറയേണ്ട കാര്യം എന്താണ്? അപ്പോൾ അത് ആരെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്? 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം. ഇപ്പം എന്നോടൊരു അഭിപ്രായം ചോദിക്കണം, ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ എന്താണ് അഖിലിൻ്റെ അഭിപ്രായം? എന്നെ സംബന്ധിച്ച് ഇത് 2 രാജ്യങ്ങൾ മാത്രമാണ്, 2 രാജ്യത്തെ ജനത മാത്രമാണ്. അല്ലാതെ ഇപ്പുറത്ത് ജൂതരില്ല, ഇപ്പുറത്ത് മുസ്ലിമില്ല.
യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നാലും എന്നെ സംബന്ധിച്ച് അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഇനി ഇന്ത്യയെ അനുകൂലിക്കുന്ന രാജ്യം വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് എന്ത് പ്രശ്നം വന്നാലും ഒപ്പമുണ്ട് എന്നും ഇന്ത്യയെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് ഞങ്ങളെ കൂടി ആക്രമിക്കുന്നത് പോലെ ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞ ലോകത്തിലെ സാങ്കേതിക വിദ്യ കൊണ്ട് ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നായ ഇസ്രയേലാണ് ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്ത്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും നല്ല ഒരു സുഹൃത്തിനെ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് തള്ളിപ്പറയേണ്ട കാര്യമില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു ജനത അതിന് ഞാൻ ഇനി കരയാൻ തുടങ്ങാമെന്ന് വെച്ചോ. ഞാൻ ഗാസയിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീഴുന്നെങ്കിൽ, സൊമാലിയയിലെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നെങ്കിൽ, ആഫ്രിക്കയിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീഴുന്നുണ്ട്, യുക്രൈനിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീഴുന്നുണ്ട്. ഇതൊക്കെ ലോകത്തിന്റെ പല കോണിലും നടക്കുന്നുണ്ട്, പല കോണിലും. ഇപ്പൊ ഇറാനിലൊക്കെ. പക്ഷെ വേടനെ സംബന്ധിച്ച് അവിടെ കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. കേരളത്തിൽ ഏത് മാറ്ററാണോ ഇവിടെ ഏറ്റവും കൂടുതൽ ആളിക്കത്തി ചർച്ചയായിട്ടുള്ളത്, ആ മാറ്ററുകളെല്ലാം കൃത്യമായ രാഷ്ട്രീയത്തിലൂടെ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. മോദിക്കെതിരെ വേടൻ 1000 പ്രാവശ്യം പറഞ്ഞോ, പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100% അനുകൂലിക്കാം. സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ആണ് വേടൻ പറയുന്നതെങ്കിൽ ഒരു കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ സംഘപരിവാർ വിരുദ്ധ ശക്തികളെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ബോധപൂർവം രാജ്യത്തിൻ്റെ, ഇപ്പം രാമൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഇതിഹാസത്തിൽ, ഇപ്പം ഇവിടെ ജീവിച്ചിരുന്നോ ചരിത്ര പുരുഷനോ എന്നൊന്നും ഞാൻ ഇപ്പം അതിനോടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ രാമൻ എന്ന് പറയുന്നത് രാജ്യത്തെ ജനത്തിൻ്റെ വലിയൊരു വികാരമാണ്. രാമക്ഷേത്രം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി തന്നെ തീരുമാനിച്ചിട്ടുള്ള ഒരു സങ്കല്പം, ഒരു ക്ഷേത്രമായിരുന്നു. ഇവിടുത്തെ മതങ്ങൾക്കിടയിൽ വലിയ ഭിന്നിപ്പുണ്ടായിട്ടുണ്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, രാമനെ അറിയില്ല എന്ന് പറഞ്ഞാൽ ആരായിരിക്കും അനുകൂലിക്കുന്നത്? ബാബറി മസ്ജിദ്, രാമക്ഷേത്രം തമ്മിൽ ഈ രാജ്യത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എത്രത്തോളം വലുതാണ്, എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വളരെ വർഗീയമായിട്ടുള്ള. ശരിക്കും ഈ വേടനെ വിമർശിച്ച് വേടൻ്റെ വരികളിലേക്ക് അപ്പുറത്തേക്കായിട്ട് അതൊരു ഇൻഡയറക്റ്റ് ആയിട്ട് രാഷ്ട്രീയ പാർട്ടിയോട് ഇടതുപക്ഷത്തിനോടുള്ള ഒരു വിയോജിപ്പും കൂടിയാണോ അത് തുറന്നു കാണിച്ചത്? ഇടതുപക്ഷ വിരുദ്ധനാണ് ഞാൻ, പക്ഷെ എന്ന് കരുതി ഇടതുപക്ഷം ചെയ്യുന്ന ശരികൾക്കെതിരെ പറയുന്ന ഒരാളാണ്. ശരിക്കും ആരാൻ്റെ രാഷ്ട്രീയം എന്താ? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് രാഷ്ട്രീയം. അതായത് ഇപ്പൊ എന്തിനോടോ ഞാൻ അനുകൂലിക്കുന്നു, അതാണ് എന്റെ രാഷ്ട്രീയം, അത്തരത്തിലൊരു ചിന്തയുണ്ടോ? അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ അടുത്ത സമയത്ത് ഒരു രാജ്യദ്രോഹ കേസിൽ പോലും പെട്ട ആളാണ്. ഇപ്പം എന്നെ അതിനു മുമ്പ് വരെ പലരും സംഘീന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങളായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും. അത് ഓരോരുത്തർക്കും ഓരോ സമയത്തും അവരുടെ രാഷ്ട്രീയമായിട്ട് ചേർന്ന് നിന്നാൽ ഞാൻ അവരുടെ പാർട്ടി. അതായത് മാരാറിന് ശരിയെന്ന് തോന്നുന്നതാണോ മാരാൻ രാഷ്ട്രീയം, അതോ മാരാർക്ക് ഇഷ്ടമുള്ളവർക്ക് തോന്നുന്നത് എന്താണോ അതാണോ മാരാൻ രാഷ്ട്രീയം? എങ്ങനെ തോന്നുന്നു? ഞാൻ കണ്ടെത്തുന്ന എൻ്റെ കുറേ ശരികളുണ്ട്. അതായത് ഇപ്പം ദളിതരെ നമ്മൾ ഇവിടുന്ന് രക്ഷിക്കണം, ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ജാതീയ കാഴ്ചപ്പാടുകൾ ഇല്ലാതാക്കണം, അതിന് മാർഗനിർദ്ദേശങ്ങൾ ഇവിടെ ആരെങ്കിലും ഒരുത്തൻ മുന്നോട്ട് വെച്ചതായിട്ട് നിങ്ങൾക്കറിയാവോ? ഇവിടെ പുരോഗമനം പറഞ്ഞ്, ജാതിയുടെ പേരും പറഞ്ഞ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ പേരും പറഞ്ഞ്, അടിച്ചമർത്തപ്പെട്ടവൻ്റെ പേരും പറഞ്ഞ് മുതലാക്കുന്നതല്ലാതെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് 68 വർഷമായില്ലേ നമ്മൾ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം. ഈ ഇതുവരെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നിർദ്ദേശം ഇവിടെ ആരെങ്കിലും പറഞ്ഞു? എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം. ഒരു നായരും ഒരു പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളും തമ്മിൽ കല്യാണം കഴിച്ചാൽ ഉണ്ടാവുന്ന കുട്ടിക്ക് ഏത് ജാതി പറയും? ആ കുട്ടിയെ ആരോട് ഏത് ജാതി പറയും? മിശ്ര വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ജാതിയിലുള്ള മിശ്ര വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അത്തരം മിശ്ര വിവാഹങ്ങൾക്ക് സർക്കാർ സംവരണം കൊടുക്കണം, ഗ്രാൻഡ് കൊടുക്കണം. അതായത് ഏതെങ്കിലും ഇപ്പം അങ്ങനെ വരുമ്പം ഒരു കെവിനും നീതു ഉണ്ടാവില്ല. ആ ഒരു കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അവർ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സർക്കാർ പറയണം ഞങ്ങൾ ആ കല്യാണം നടത്തി തരും.